മഴക്കാലത്ത് സുലഭമായി കിട്ടുന്ന ഒരു മീനാണല്ലോ മഞ്ഞക്കൂരി. ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത പലരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കോട്ടയം സ്റ്റൈലിലെ ഒരു മഞ്ഞക്കൂരി കറിയാണ് ഇത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഞ്ഞക്കൂരി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിൻ്റെ ചേരുവകളും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 3 മഞ്ഞക്കൂരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ ഇത് മുറിച്ചെടുക്കണം. ഇതൊരു 10-20 ചുമന്നുള്ളിയുണ്ട്, അതുപോലെ ഒരു 10-20 വെളുത്തുള്ളിയുണ്ട്. ഇത് തീരെ ചെറുതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ളതാണ്. 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് പുളി എടുത്തോണം. 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. മീൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഈ കൂരിമീൻ വെക്കുമ്പം അത് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അന്നേരം മീൻ കറിക്ക് ഒരു പ്രത്യേക രുചി കൂടും. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, എല്ലാം കുറച്ച് ഇട്ടാൽ മതി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി അതിലേക്ക് ഉലുവ ചേർക്കാം. അതിലേക്ക് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കണം. ഒന്ന് വഴന്നു വരണം. ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് തീ കുറച്ച് വെച്ച് തന്നെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പകുതി ഉലുവാപ്പൊടി, ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി പുളിയും വെള്ളവും എല്ലാം കൂടെ ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് ഉപ്പ് ചേർക്കാം. മീനകത്ത് ഉപ്പിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് ഉപ്പിടാവുള്ളൂ. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പം മീനിട്ട് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം തിളച്ചോന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് ഒരു 12 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് മീനൊക്കെ വെന്തോന്ന് നോക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. ഉപ്പും പുളിയെല്ലാം സൂപ്പറാണ്. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, അല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായിട്ട് അടച്ചു വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ല നാടൻ കൂരിക്കറി, നാടൻ മഞ്ഞക്കൂരിക്കറി റെഡിയായി. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇതൊന്നും എല്ലാ സീസണിലും കിട്ടുന്നതല്ലല്ലോ. കപ്പയ്ക്കും ചോറിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി നാടൻ മീൻകറിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.